അൻവർ എവിടെ നിന്നാലും അൻവർ ഉയർത്തിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഗൗരവമുള്ളതാണ്, ചർച്ച ചെയ്യേണ്ടതാണ്, വിശദീകരണം ആവശ്യമുള്ളതാണ്. ആ അൻവർ ഉയർത്തിയ പ്രശ്നങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ഗൗരവപ്പെട്ടതായി നിൽക്കേണ്ടത്. ആ വി.എസ്. അച്യുതാനന്ദനെ പിതൃശൂന്യൻ, തന്തയില്ലാത്തവൻ എന്ന് വിളിച്ചാണ് സ്വരാജ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശം സ്റ്റാർട്ട് ചെയ്യുന്നത്. വി.എസ്. അച്യുതാനന്ദൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അനുഗ്രഹം വാങ്ങാനല്ല, മാപ്പ് പറയാൻ അവിടെ പോയതിനു ശേഷമാണ് സ്വരാജ് ഈ മണ്ഡലത്തിൽ കാലുകുത്തേണ്ടത് എന്ന് സാമാന്യ രാഷ്ട്രീയ ബോധം കൊണ്ട് പറയാൻ അദ്ദേഹത്തോട് ഒരു ഉപദേശം നൽകാൻ ഞാൻ ഈ സമയം വിനിയോഗിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് സ്വരാജ് രാഷ്ട്രീയ ചർച്ചകളിൽ നിറഞ്ഞു നിന്നത് യുദ്ധവുമായി ബന്ധപ്പെട്ടാണ്. ആ യുദ്ധത്തെ കുറിച്ച് സ്വരാജ് ഒരു അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായം കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി, വലിയ വിവാദങ്ങൾ ഉണ്ടായി. ആ ചർച്ചക്ക് സ്വരാജിന് മറുപടി പറയേണ്ടി വന്നു. ഒരാഴ്ചയുടെ ഉള്ളിൽ സ്വരാജ് അതിനെ വിശദീകരിക്കേണ്ടി വന്നു. കാരണം അത് അത്രമേൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. സ്വരാജിന് എങ്ങനെയാണ് ഈ യുദ്ധം വെറുതെയാവുന്നത്, ഈ യുദ്ധം ശരിയല്ലെന്ന് പറയുന്നത്, ഈ യുദ്ധം അനാവശ്യമായിരുന്നു എന്ന് പറയുന്നത്? ഇന്ത്യയാണോ യുദ്ധം തുടങ്ങിയത്? ഇന്ത്യയാണോ? പാകിസ്ഥാൻ തുടങ്ങി വെച്ച തീവ്രവാദത്തിന് മറുപടി കൊടുക്കാൻ ഒരു രാജ്യം നിർബന്ധമാക്കപ്പെട്ടപ്പോൾ നടത്തിയ യുദ്ധത്തെ പോലും അപകടകരമായ വിധത്തിൽ തെറ്റായി വ്യാഖ്യാനിക്കാനാണ് ഇവിടെ സ്വരാജ് ശ്രമിച്ചത്. ഞാൻ സ്വരാജിനോട് പറയുന്നത്, മത്സരിക്കുന്നത് സ്ഥാനാർത്ഥിയല്ല, നിലപാടുകളാണ്, പരിപാടികളാണ്, അതുപോലെ തന്നെ രാജ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ആ അർത്ഥത്തിൽ ഈ യുദ്ധത്തെ കുറിച്ചുള്ള അങ്ങയുടെ അഭിപ്രായം വിശദീകരിക്കാൻ, ഇവിടുത്തെ അറിയാൻ ഈ രാജ്യത്തിലെ വോട്ടർമാർക്ക് അവകാശമുണ്ട്. താങ്കൾ അത് പറയും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. CPM അവസാനം അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. കുറെ ദിവസങ്ങളായി CPM സ്ഥാനാർത്ഥിയെ തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവരാകും ഇവരാകും എന്നൊക്കെ നാട്ടുകാരെ പലരെയും ചൂണ്ടിയിട്ട് പറഞ്ഞു. ഡോക്ടർമാരൊരു വീക്ക്നെസ് ആയതുകൊണ്ട് അത് അറിയാവുന്ന ഡോക്ടർമാരൊക്കെ ഊട്ടിയിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ തടിയെടുത്ത് ഫോൺ പോലെ ഓഫാക്കി, അഥവാ സ്ഥാനാർത്ഥിയാക്കി കളയെന്ന് പേടിച്ചിട്ട് മാറിക്കളഞ്ഞു എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. പക്ഷെ അവസാനം അവര് കൂട്ടിലെ കോഴിയെ തന്നെ ഇറക്കാൻ തീരുമാനിച്ചു. സ്വരാജിനെ ഇന്ന് സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചു. CPM പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ചാൽ, സ്വരാജ് നിലമ്പൂർക്കാരനാണ് എന്നാണ്. അതെപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. കഴിഞ്ഞ തവണ അൻവർ മത്സരിക്കുമ്പോഴും സ്വരാജ് നിലമ്പൂർക്കാരൻ തന്നെയാണ്. മെനഞ്ഞാന്നല്ല ഇവിടെ വന്ന് മെമ്പർഷിപ്പ് എടുത്തത്. നേരത്തെയും അദ്ദേഹം ഈ നാട്ടുകാരനാണ്. നാട്ടുകാരനായിരിക്കെയാണ് എറണാകുളത്ത് പോയി മത്സരിച്ചത്. സ്വന്തം മണ്ഡലത്തിൽ അൻവറിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടാണ്, പാർട്ടി ചിഹ്നമില്ലാതെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടാണ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ വേണ്ടി ഇയാൾ എറണാകുളത്തേക്ക് പോകുന്നത്. അപ്പൊ ഇതൊക്കെ